മുസ്ലിം ലീഗിനെതിരെ CPM നേതാവ് പി സരിൻ നാടിന് നരകം സമ്മാനിച്ച് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് മുസ്ലിം ലീഗുകാരെന്ന് പി സരിൻ. SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ആളുകളെ വിട്ടു നൽകലാണ് മുസ്ലിം ലീഗിന്റെ പണി. മുസ്ലിം ലീഗ് സമം മുസ്ലിം എന്നാണ് പ്രചരിപ്പിക്കുന്നതെന്നും സരിൻ പറഞ്ഞു. പാലക്കാട് തിരുവേഗപ്പുറത്ത് UDF പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെ CPM സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സരിൻ. ഈ നാടിന് നരകം സമ്മാനിച്ചുകൊണ്ട് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിപ്പിക്കുന്നതിന്റെ ആ അവസ്ഥയിലേക്ക് ലീഗിന്റെ രാഷ്ട്രീയം ഈ അതിർത്തി പ്രദേശമായ പാലക്കാട് ജില്ലയുടെ ഒരു അറ്റത്തേക്കാണ്. മലപ്പുറത്തിനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വർഗീയതയുടേതായിട്ടുള്ള സാഹചര്യത്തെ ഒരു ജില്ലയാകുമ്പോ ആ ജില്ലയിലെ രാഷ്ട്രീയത്തിന്റെ സെക്യുലർ രാഷ്ട്രീയത്തിന്റെ മുഖം പോലും തച്ചുടച്ചുകൊണ്ട് എത്ര കാലമായി ലീഗ് അത് ചൊൽപ്പടിക്ക് നിർത്താൻ നോക്കുന്നു എന്ന് നമ്മൾ കാണുന്നതാണ്. ഇപ്പോ ലീഗിന് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടൂല എന്ന് കണ്ടപ്പോ ഇടവും വലവും നിർത്താൻ രണ്ടു കൂട്ടരെ കൂടെ കൂട്ടിയിരിക്കുക. പേര് ജമാഅത്തെ ഇസ്ലാമി എന്നും SDPI എന്ന ഈ രണ്ട് സംഘടനകൾക്കും ആളെ കൂട്ടിക്കൊടുക്കുന്ന സ്വഭാവമാണ് ലീഗിനുള്ളത് എന്ന് കേരള ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അരുൺ ആലത്തൂർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അരുൺ, ഈ പി സരിൻ പറയുന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. പക്ഷെ പ്രശ്നം ഈ സരിനും CPMനും ഇത് പറയാൻ എന്ത് അവകാശമാണുള്ളത്? കാരണം മുസ്ലിം ലീഗുമായിട്ട് ഇവർ സഖ്യമുണ്ടാക്കിയവരാണ്, PDPയുമായി സഖ്യമുണ്ടാക്കിയവരാണ്, ജമാഅത്തെ ഇസ്ലാമിയുമായി ഇവർക്ക് സഖ്യമുണ്ടായിരുന്നു. അപ്പോൾ സരിൻ പറയുന്നത് വസ്തുതയാണെങ്കിലും ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നതാണ് ചോദ്യം. അരുൺ, ഗൗതം, പ്രധാനമായിട്ടും ഈ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ UDF മുന്നണിയിൽ പിടിമുറുക്കുന്നു. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു. ഈ പശ്ചാത്തലത്തിൽ മുസ്ലിം വോട്ടുകളെല്ലാം ഒരു ബ്ലോക്കായിട്ട് UDFിലേക്ക് പോകും എന്നുള്ള ഒരു അതിൻ്റെ തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് സരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDF ഏതായാലും എല്ലാ വർഗീയ ശക്തികളെയും ശക്തമായി കൂട്ടുപിടിക്കുന്നു. LDF ആണെങ്കിൽ ഇതുവരെ PDPയെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പുറത്തെ ജമാഅത്തെ ഇസ്ലാമിയോ SDPIയോ അല്ലെങ്കിൽ ലീഗിനെ ഉൾപ്പെടെ അവരുടെ മുന്നണിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലവത്താവാത്ത സാഹചര്യത്തിൽ കൂടെയാണ് ഇത്തരമൊരു പരാമർശം സരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പാലക്കാട് UDF ഭരിക്കുന്ന തിരുവേഗപ്പുറ പഞ്ചായത്തിൽ CPM സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് സരിൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ജനിച്ച മതം ഏതാണെന്ന് നോക്കിയാണ് സ്വർഗത്തിലേക്കുള്ള വഴിവെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് നാടിന് നരകം സമ്മാനിച്ച് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ലീഗുകാർ എന്നും മലപ്പുറം ജില്ലയോട് അടുത്ത് നിൽക്കുന്ന പ്രദേശമായതിനാൽ സെക്കുലർ രാഷ്ട്രീയത്തിന്റെ മുഖം പോലും തച്ചുടച്ചുകൊണ്ട് ലീഗ് ചൊൽപ്പടിക്ക് നിർത്തുന്നുവെന്നും കേരളത്തിൽ മുസ്ലിം ലീഗ് UDFിനൊപ്പമാണെങ്കിൽ ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നും തിരുവേഗപ്പുറയിലെ ലീഗുകാർക്ക് മതഭ്രാന്താണെന്നും ഉൾപ്പെടെയാണ് സരിൻ്റെ വിമർശനം. ഒപ്പം ഈ ലീഗിന് ഇപ്പോൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ ഇടതും വലതുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും നിർത്തിയിരിക്കുകയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും ആളെ കൂട്ടിക്കൊടുക്കുന്ന പരിപാടിയാണിപ്പോൾ മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള വിശദമായ വിമർശനം തന്നെയാണ് സരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗ് സമം മുസ്ലിം എന്നാണ് പ്രചരിപ്പിക്കുന്നത് എന്നുൾപ്പെടെ സരിൻ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗും കൂടുതൽ തീവ്രതയിലേക്ക്, പ്രത്യേകിച്ച് ഈ SDPIനെയും ജമാഅത്തെ ഇസ്ലാമിനെയൊക്കെ വലിയ രീതിയിൽ ന്യായീകരിച്ചുകൊണ്ട് അവരെ കൂട്ടുപിടിക്കുന്ന കാഴ്ച കേരളത്തിൽ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അതേതായാലും ഈ മലപ്പുറം മാത്രം കേന്ദ്രീകരിച്ചല്ല, മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ മലപ്പുറത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ, പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലും സമാന രീതിയിലുള്ള സാഹചര്യമുണ്ട്. മുസ്ലിം ലീഗിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് CPM നേതാവ് സരിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നോ ഒരു സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ലീഗുകാർ. ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ ഭീകര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾക്ക് ആളെ കൂട്ടുന്നത് ലീഗാണെന്നാണ് സരിന്റെ വിമർശനം. തീവ്ര മുസ്ലിം വോട്ടുകൾ UDFിലേക്ക് പോകുന്നുവെന്ന ചില സൂചന CPMന് ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഇത്തരമൊരു വിമർശനം നടത്തിയിരിക്കുന്നത്. പാലക്കാട്ട് നിന്നും അരുൺ ആലത്തൂരാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.